ചൂരൽമലയിൽ കനത്ത മഴ തുടരുന്നു. സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം പുഴയിലെ കുത്തൊഴുക്കിൽ ഭാഗികമായി തകർന്നു. നീന്തി കയറാൻ ശ്രമിക്കുന്നതിനിടെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട പശുവിനെ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തി. മുബഷീർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷീർ, ആ കുത്തൊഴുക്കിൽ പുന്നപ്പുഴയിൽ കുറേ നേരം ആ പശു ബുദ്ധിമുട്ടുണ്ടാകുമല്ലേ? ആ പാലം തകർന്നപ്പോൾ അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നോ? എന്താണ് സംഭവിച്ചത്? അങ്ങനെ തന്നെയാണ് സുജയ. ഞാനിപ്പോൾ നിൽക്കുന്നത് സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന് മുകളിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അല്പസമയം മുമ്പായിരുന്നു ആ ഒരു അപകടമുണ്ടാകുന്നത്. ഏകദേശം മണിക്കൂറുകളായി ഒരു മേഖലയിൽ ചൂരൽമല ഭാഗത്തുൾപ്പെടെ ശക്തമായ മഴയുണ്ടായിരുന്നു. പുന്നപ്പുഴ ശക്തമായി കുത്തിയൊലിച്ചു വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ മറുകരയിലുണ്ടായിരുന്ന 5ഓളം പശുക്കൾ, അതിലൊരു വലിയ പശു പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. പക്ഷേ അത് നീന്തി മറുകരയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ഈ പാലത്തിന് തൊട്ടടുത്ത മേഖലയിൽ SOGയും ലോക്കൽ പോലീസും ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക പാലമുണ്ട്. നമുക്കറിയാം, ബെയിലി പാലം വരുന്നതിന് മുമ്പ് ആ ഒരു മേഖലയിലൂടെ ആയിരുന്നു തൊട്ടപ്പുറത്തേക്ക് കടന്നിരുന്നത്, മുണ്ടക്കൈ പോലെയുള്ള മേഖലകളിലേക്ക് പോയിരുന്നത്. ആ ഒരു പാലം ഭാഗികമായി തകർന്നിരുന്നു. അതിൻ്റെ കമ്പികളൊക്കെ തന്നെ വെള്ളത്തിനടിയിലുണ്ടായിരുന്നു. തുടർന്ന് ഈ പശു വെള്ളത്തിലേക്ക് ചാടി നീന്തുന്നതിനിടയിൽ ഇവിടെ ഭാഗികമായി തകർന്ന ഈ പാലത്തിൻ്റെ കമ്പികളിൽ അകപ്പെടുകയായിരുന്നു അതിൻ്റെ കാലുകൾ. തുടർന്ന് ഉടനെ തന്നെ ഈ ഒരു മേഖലയിലുണ്ടായിരുന്ന ഫയർഫോഴ്സും പോലീസും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ചേർന്നതിനെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇറക്കുന്നു. ശക്തമായ കുത്തൊഴുക്കുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഏകദേശം 3/4 മണിക്കൂറിന് ശേഷമാണ് ആ ഒരു പശുവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. പോലീസ് ഉണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതോടുകൂടിയാണ് വളരെ ആശ്വാസകരമായി അതിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് അത് ഏകോപനം നടത്തിയിരുന്ന ഈ മേഖലയിലുണ്ടായിരുന്ന പാലക്കാട് CI കൂടിയായുള്ള സർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് അല്ലേ അതിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്? 3/4 മണിക്കൂറിൽ അധികം പശു വെള്ളത്തിൽ കുടുങ്ങിപ്പോയി. അത് വളരെ ശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പഴയ ആദ്യം നിർമ്മിച്ച താൽക്കാലിക പാലം അതിൻ്റെ മുകളിലൂടെയാണ് പശു ഒഴുകിപ്പോയത്. അതിൻ്റെ കാല് അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ കുടുങ്ങിയതുകൊണ്ട് ആണ് അത് രക്ഷപ്പെടാൻ പറ്റാതിരുന്നത്. കാലിന് പരിക്ക് പറ്റിയിട്ട് തോന്നുന്നു. കാലിന് പരിക്ക് പറ്റും. കാലിൻ്റെ എല്ലിന് ഫ്രാക്ചർ ഉണ്ട്. ഇറച്ചിയും തൊലിയും കംപ്ലീറ്റ് പോയിട്ട് എല്ല് പുറത്തേക്ക് പൊട്ടിയ രീതിയിൽ കാണുന്നുണ്ട്. അത് നമ്മളിവിടെയുള്ള തന്നെ ഒരു സന്നദ്ധ പ്രവർത്തകർ വന്നിട്ട് അതിൽ കുറച്ച് ഓയിൻമെൻറ്റും പിന്നെ സ്കെയിലൊക്കെ വെച്ചിട്ട് അതിനൊരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. അനിമൽ ഡോക്ടർ പുഴയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം ഇത്രയധികം ശക്തമായ കുത്തൊഴുക്ക് പുഴയിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഇതാദ്യമായിട്ടാണ്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കുത്തൊഴുക്ക് വരുന്നത്. ജലനിരപ്പ് ഉയർന്നു വളരെ പെട്ടെന്നായിരുന്നു. ഇതിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് മുകളിൽ നിന്ന് വന്നിട്ട് സ്കൂളിൻ്റെ അകത്തു കൂടെയൊക്കെയാണ് വെള്ളം വന്നത്. അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ജാഗ്രതയുണ്ട്. തിരച്ചിലൊക്കെ തന്നെ അവസാനിപ്പിച്ച് നാളെയും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ആൾക്കാരെയും ഇവാക്യുവേറ്റ് ചെയ്ത് ബെയിലി പാലത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. ബാക്കി അപ്പുറത്ത് ആരും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ മഴ പെട്ടെന്നായിരുന്നു. ഒരു 1.5 മണിക്കൂർ നേരത്തേക്കുള്ളൊരു മഴയായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ കഴിയുന്ന സമയത്ത് തന്നെ ജലനിരപ്പ് ഉയർന്നുകൊണ്ട് വരികയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള വെള്ളം വരുന്നത്. മുകളിൽ ആ സമയത്ത് നമ്മുടെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് മലയുടെ മുകളിൽ നല്ല മഴയായിരുന്നു. അതാണ് ഈ ജലനിരപ്പ് ഉയരാൻ കാരണമുണ്ടായത്. തീർച്ചയായും അതാണ് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മലവെള്ളപ്പാച്ചിലുണ്ടായത്. അത് മണിക്കൂറുകളോളം തുടർന്നിരുന്നു. ഇവിടെ നിർമ്മിച്ച താൽക്കാലിക പാലം അതൊരു പക്ഷേ ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ തന്നെ കൊണ്ടായിരുന്നു അത് നിർമ്മിച്ചിരുന്നത്. പക്ഷേ ശക്തമായ കുത്തൊഴുക്കിൽ അത് ഭാഗികമായി തകർന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഉണ്ണിത്തൂവൂർ കാണിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മധ്യഭാഗം തകർന്നിട്ടുണ്ട്. ആ പുഴയിൽ കിടക്കുന്ന അത്തരത്തിലുള്ള ഉപകരണങ്ങൾക്കിടയിലായിരുന്നു ആ ഒരു പശുവിൻ്റെ കാലകപ്പെട്ടിരുന്നത്. ഒരു പക്ഷേ ഈ സമാനമായ രീതിയിൽ ഒഴുക്ക് തുടരുകയാണെങ്കിൽ ഈ താൽക്കാലിക പാലം മുഴുവനായി തന്നെ ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല തൊട്ട് മേഖലയിൽ അട്ടമല പോലെയുള്ള പുഞ്ചിരിപ്പറ്റം പോലെയുള്ള മേഖലകളിലുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരെയും ദൗത്യ സംഘത്തെയും ഒക്കെ തന്നെ തിരിച്ചു വിളിച്ചു. ഉച്ചയോടുകൂടി തന്നെ എല്ലാ തിരച്ചിലും അവസാനിപ്പിച്ചു. ഇനി നാളെയായിരിക്കും തിരച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും വീണ്ടും ആ ഒരു പശുവിനെ രക്ഷപ്പെടുത്തിയ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലയിലായിരുന്നു. അവിടെ ഇപ്പോഴും കുറച്ച് പശുക്കളെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ
ഏകദേശം 6ഓളം പശുക്കൾ ആ ഒരു മേഖലയിൽ ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അത് സമാനമായൊരു കാഴ്ചയായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്. തുടർന്ന് ഇതുപോലെ കുത്തിയൊലിച്ചു പോകുന്ന പുഴയുടെ അരികിലെത്തി മറുകരയിലേക്ക് പോകുന്നതിന് വേണ്ടി ആ ഒരു പശു പുഴയിലേക്ക് എടുത്തു ചാടുന്നു. അത് നീന്തി കരയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ഈ പാലത്തിനടിയിലൂടെ ഒലിച്ചുപോയി അതിനിടയിൽ അകപ്പെടുകയായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഫയർഫോഴ്സിന്റെ പ്രവർത്തനത്തെ തന്നെയാണ്. കാരണം 20-ലധികം വിവിധ ജില്ലകളിൽ നിന്നുന്ന യൂണിറ്റുകളുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നടത്തിയ ഒരു ശ്രമം നമ്മൾ ആ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതായിരുന്നു. കയറു മാത്രമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഉപകരണം എന്നുള്ളത്. ഇത് പശുവിന്റെ ഒരു ഭാഗത്ത് കെട്ടുന്നുണ്ട്. പക്ഷേ ആ കാല് പൂർണ്ണമായും ഈ പാലത്തിന്റെ താഴ്ഭാഗത്തെ ഇരുമ്പ് പാളിയിൽ അകപ്പെട്ടതുകൊണ്ട് അതിനെ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. പല ഘട്ടത്തിൽ അത് ചാടിക്കൊണ്ട് അതിൽ നിന്നും മാറി വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഈ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് മധ്യഭാഗത്തെത്തി ആ പശുവിന്റെ താഴ്ഭാഗം കൈകൊണ്ട് താങ്ങിയതിനു ശേഷം പൊക്കുകയായിരുന്നു. അതോടുകൂടിയാണ് അതിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. തുടർന്ന് കരയ്ക്ക് എത്തിച്ചു, ജീവനോടുകൂടി തന്നെ എത്തിച്ചു. അതിനിടയിൽ മറ്റൊരു പശുക്കിടാവും വെള്ളത്തിലേക്ക് പാലത്തിനപ്പുറത്ത് നിന്നും ചാടിയിരുന്നു. അത് മറുകരയിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ രക്ഷപ്പെടുത്തിയ ഒരു പശുവിന്റെ കാലിന് നേരത്തെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. വെറ്റിനറി സംഘം എത്താത്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന 108 ആംബുലൻസ് ഡ്രൈവർമാരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. വളരെ പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളാണ് സുജയൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ഓരോ ആളുകളുടെ ഇടപെടലിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ആ നിലയിലുള്ള ഇടപെടലുകൾ ഇപ്പോഴും ഈ ഒരു മേഖലയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആശങ്കയായി ഇവിടെ പ്രതികൂലമായ കാലാവസ്ഥ, വിശേഷം അതിശക്തമായ കാറ്റോടുകൂടിയുള്ള മഴയും പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതൊക്കെ തന്നെ മേഖലയിൽ ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുജയ, പാർവതി. ഓക്കെ, മുബഷിർ പി അക്ബറാണ് ബെയിലി പാലത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചൂരൽമല ഭാഗത്ത് മഴ തുടരുന്നു, പുഴയിൽ കുത്തൊഴുക്കുണ്ട്.